Thank you all. Good night. നമസ്കാരം. Thank you. IFPHന്റെ 2186 ദിവസത്തെ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് തിരുവോണ ദിവസമാണ്. മലയാളികളെ, കേരളത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ചരട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയരഹിതമായി പറയാൻ കഴിയും. അത് ഓണം എന്ന വികാരം തന്നെയാണ് 3.5 കോടി ജനങ്ങൾക്കും. ഈ പരിപാടിക്ക് ഔപചാരികമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് ഡബിൾ ജോലിയാണ് ഡോക്ടർ ഷൈല ക്ഷണിക്കുന്നത്. ഷൈല. ഡോക്ടർ മനോജ്, എല്ലാവർക്കും നമസ്കാരം. സൂര്യചന്ദ്രനും താരകങ്ങളും ഭൂമിയും ജീവജാലവും അഗ്നിയും പ്രാണവായുവും ജലനിരതങ്ങളുമൊക്കെയും നിർമ്മിച്ച വിശ്വശില്പിനിൻ മുന്നിൽ കൈവണങ്ങുന്നു സാദരം. നിൻ കൃപാവരം ഞങ്ങളിൽ സദാ തൂകണം സർവനായക. നന്ദി. എല്ലാവർക്കും ആദ്യമായി ഓണ ആശംസകൾ നേരുന്നു. അതുപോലെ തന്നെ ഇന്ന് തിരുവോണ ദിവസവുമായി ബന്ധപ്പെട്ട പ്രത്യേക പ്രോഗ്രാമാണ് സൂം പ്ലാറ്റ്ഫോമിൽ നടക്കുന്നത്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, പാട്ടും തിരുവാതിരയും അങ്ങനെയുള്ള പല പ്രോഗ്രാമുകളും കൂടാതെ ഒത്തിരി പേർക്ക് അവരവരുടെ കുട്ടിക്കാലത്തും പിന്നെയുള്ള ഓണവിശേഷങ്ങളും പങ്കുവയ്ക്കുവാൻ കാണും. അപ്പൊ അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഓണത്തോടനുബന്ധിച്ച് പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കാനായി ഒത്തിരി പേരെത്തുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ IFPHലെ ആസ്ഥാന ഗായകൻ കൂടിയായ ഡോക്ടർ ഹ്യൂബർട്ടാണ്. കൂടാതെ നമ്മുടെ ഒത്തിരി വീഡിയോകൾ 4000-ഓളം വീഡിയോകൾ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി കൂടിയാണ് ഡോക്ടർ ഹ്യൂബർട്ട്. അപ്പോ IFPHന്റെ ആസ്ഥാന ഗായകനും നമ്മുടെ വീഡിയോകൾ അപ്ഡേറ്റ് ചെയ്യുന്ന വ്യക്തി കൂടിയായ ഡോക്ടർ ഹ്യൂബർട്ടിനെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ നമ്മുടെ എല്ലാ പ്രോഗ്രാമിലും നമുക്ക് ഒത്തിരി പാട്ടുകൾ ഇതുവരെ പാടി നമ്മളെ സന്തോഷിപ്പിച്ച ഡോക്ടർ സുനിൽ കുമാറാണ് അടുത്ത ഗായകനായി എത്തുന്നത്. ഡോക്ടർ സുനിൽ കുമാറിനെയും ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്ന് അടുത്തതൊരു ഗായികയാണ്. ഡോക്ടർ ശ്രീജ അനിൽ ആണ് പാട്ടുപാടാനായി എത്തുന്നത്. ഡോക്ടറെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ ഓണത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ആദ്യമായി എത്തുന്നത് നമ്മുടെ IFPHന്റെ ആദരണീയനായ പ്രസിഡന്റ് കൂടിയായ ഡോക്ടർ ഇസ്മായിൽ സെഡ് സാറാണ്. അദ്ദേഹം IFPHന്റെ ഒരു ഹോമിയോപ്പതിയുടെ തന്നെ ഒരു വടവൃക്ഷവും കൂടിയാണ്. അദ്ദേഹത്തെയും വളരെ ആദരപൂർവ്വവും സ്നേഹപൂർവ്വവും ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ IFPHന്റെ തന്നെ ആദരണീയനായ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷാജി കുടിയാട്ട് ഡോക്ടർ, അദ്ദേഹവും എത്തിയിട്ടുണ്ട് ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി ഓണത്തെക്കുറിച്ച്. അദ്ദേഹത്തെയും ആദരപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ IFPHന്റെ സിന്ദൂര തിലകങ്ങളായ 2 അമ്മമാര്, ഡോക്ടർ രമാദേവി അമ്പാടി അമ്മ, കൂടാതെ ഡോക്ടർ ശാന്താമ്മ, ഇവർ രണ്ടുപേരെയും ആദരപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി എത്തുന്ന IFPHന്റെ തന്നെ ഹോമിയോപ്പതി സ്നേഹിയും യൂട്യൂബറും മോട്ടിവേഷണൽ സ്പീക്കറും ഒക്കെ ആയിട്ടുള്ള ശ്രീ ഷാലുരാജനാണ്. ശ്രീ ഷാലുരാജനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന് നന്ദി പറയുവാനായി എത്തുന്നത് റിട്ടയർഡ് ജില്ലാ മെഡിക്കൽ ഓഫീസർ കൂടിയായ ഡോക്ടർ മറിയാമ്മ ജോണാണ്. മറിയാമ്മ ഡോക്ടറെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരാളെ വിട്ടുപോയിട്ടുണ്ട്, നമ്മുടെ ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡവും ഓർമ്മകൾ പങ്കുവയ്ക്കുവാനായി എത്തുന്നുണ്ട്. മാഡത്തിനെയും സ്നേഹപൂർവ്വവും ആദരപൂർവ്വവും ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ പ്രോഗ്രാം മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ മനോജ് ഡോക്ടർ ഒത്തിരി കഷ്ടപ്പെട്ട് ഈ പ്രോഗ്രാമുകളെല്ലാം ഓർത്തിരുന്ന്
ആഘോഷങ്ങളാക്കി മാറ്റുന്നുണ്ട്. അദ്ദേഹത്തിനെയും സ്നേഹപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് ഈ പ്രോഗ്രാമിൽ ഈ പാട്ടുകൾ കേൾക്കുവാനും ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് കേൾക്കുന്നതിന് വേണ്ടിയും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് വിജയിപ്പിക്കുവാനായി എത്തിയിരിക്കുന്ന എല്ലാ ബഹുമാനീയരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും ആദരപൂർവ്വം ഇന്നത്തെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ധനേഷ് ഡോക്ടർ ഉൾപ്പെടെയുള്ള ഇതിന്റെ അണിയറ പ്രവർത്തകരെ എല്ലാം ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി ഷൈല ഡോക്ടറെ. അപ്പൊ സമയം കളയാതെ നമ്മുടെ ആസ്ഥാന ഗായകനിലേക്ക് തന്നെ പോകാം. ഡോക്ടർ ഹ്യൂബർട്ട് ആദരപൂർവ്വം സ്വാഗതം ചെയ്യും. ഡോക്ടർ ഹ്യൂബർട്ടെ, ഇന്ന് ഹ്യൂബർട്ടിന്റെ ദിവസമാണ്. ഹ്യൂബർട്ട് ഡോക്ടർ, ഓക്കെ, അൺമ്യൂട്ട് ചെയ്യണേ. അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടറെ. മൊബൈലിലാണ് കയറുന്നത്. ഓക്കെ. എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ഓണത്തിന്റെ നല്ല ദിവസത്തിലേക്ക് ആശംസകൾ അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ജാതി മത വർഗഭേദം തന്നെ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന ഒരു ദിനമാണിന്ന്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മുഖത്ത് അത് കാണാനുമുണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും വളരെ ഒരു ഗാനം, പഴയൊരു ഗാനമാണ്, അത് നമുക്ക് ആലപിക്കാം. ഓണപ്പൂവേ പൂവേ പൂവേ, ഓണപ്പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ 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 ഓണപ്പൂവേ പൂവേ പൂവേ, ഓണപ്പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ 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 അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി, അന്തർദാഹ സംഗീതമായി സന്ധ്യാപുഷ്പ സൗരഭമായി, അനുഭൂതികൾ തന്നിതളിതളായി നറുതേൻ തിരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ, പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ 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 വില്ലും വീണപ്പും തൊടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും, വില്ലും വീണപ്പും തൊടിയും ഉള്ളോ പെണ്ണിൻ മൺകുടവും, സ്വരരാഗങ്ങളിൽ ഒഴുകി വരും അമൃതം ചൊരിയും തീരമിത. ഓണപ്പൂവേ പൂവേ പൂവേ, ഓമപ്പൂവേ പൂവേ പൂവേ, നീ തേടും മനോഹര തീരം ദൂരെ മാടി വിളിപ്പൂ. ഇതാ ഇതാ ഇതാ. ഓക്കെ, വളരെ നന്ദി ഡോക്ടർ. അടുത്തത് നമുക്ക് ഡോക്ടർ ശ്രീജ ഡോക്ടറിലേക്ക്. ഡോക്ടർ ശ്രീജ അൺമ്യൂട്ട് ചെയ്യാമോ? അത് കഴിഞ്ഞ് ഹ്യൂബർട്ട് ഡോക്ടറിലേക്ക് വരാം. ഡോക്ടർ ശ്രീജ അൺമ്യൂട്ട് ചെയ്യാമോ? ഷാജി ഗുഡിയ ഡോക്ടർ ബാച്ചിലാണെന്നുള്ളത്, ബാച്ച്മേറ്റ് അല്ലേ? ഗുഡിയ ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാം ഡോക്ടറെ. ക്ലാസ്മേറ്റ് ആണ്, പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഒന്നും പാടിയിട്ടേ ഇല്ല. ഇപ്പൊ അറിയപ്പെടുന്ന പ്രശസ്ത ഗായികയാണ്. വെൽക്കം. ശരി ഡോക്ടർ ശ്രീജ. ശബ്ദം കേൾക്കുന്നില്ലല്ലോ. കേൾക്കുന്നില്ലല്ലോ. ആ അൺമ്യൂട്ടാണ്, പക്ഷെ ശബ്ദം കേൾക്കുന്നില്ല. ഇയർഫോൺ ഒന്ന് ഊരിട്ട് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. ഡയറക്റ്റ് എനിക്ക് പാടിയാൽ മതി. ഇയർഫോൺ ഓൺ അല്ലായിരിക്കും, അതാണ്. ഓണാണോ? കേൾക്കാൻ വയ്യ ഡോക്ടറെ. ഇയർഫോൺ ഡോക്ടർ ഒന്ന് ഫോൺ ഇല്ലാതെ ഇയർഫോൺ മാറ്റിയിട്ട് സംസാരിച്ചേ. ഹലോ എന്നൊന്ന് വെച്ചേ. ഇപ്പൊ കേൾക്കാം.
കേക്കാമോ? കേൾക്കാം. ഇപ്പൊ കേൾക്കാം, ഇപ്പൊ കേൾക്കാം. ആ, ഓക്കെ. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. തുടങ്ങിക്കോളൂ ഡോക്ടറെ, എന്തോ കേക്കാൻ വയ്യ. തുടങ്ങിക്കോളൂ, കേൾക്കാം. ആ, ആ. പാട്ട് പാടാനാ? അതെ, അതാണല്ലോ. ഞാനും പഴയ ഒരു പാട്ട് പാടാനാണ്. നമ്മളൊക്കെ പഴയ പഴയ ഒരു ആൾക്കാർ. പാട്ട്. കുഴപ്പമില്ല. ആ, പഴയ ആളുകളാണ് കൂടുതൽ. അതെ. പഴയ പാട്ട്. സ്വപ്ന എന്ന സിനിമയിലെ കാണാക്കുയിലേ എന്നുള്ള പാട്ട്. മഴവിൽ കൊടി കാവടി ഓക്കെ. സല്ലി ഈണമിട്ട്. മ്യൂസിക് ഇട്ട് പാടാലല്ലേ? ചിലപ്പോ കിട്ടൂല്ലോ ഡോക്ടറെ, മ്യൂസിക് ഇത്തിരി അലർജിയാണ് ഇത് നമ്മുടെ. ഇട്ട് പാടി നോക്ക്, നമുക്ക് പറ്റുന്നില്ലെങ്കിൽ അത് ഓക്കെ, ഓക്കെ. പാട്ടും മുടങ്ങും. കേക്കാമോ? ഇല്ല, കേൾക്കാം. കേൾക്കുന്നില്ല. അല്ല, മ്യൂസിക് കേൾക്കുന്നില്ല. മ്യൂസിക് മ്യൂസിക് സൂമിന് അലർജിയാണ്. മ്യൂസിക് മ്യൂസിക് പാട്ട് മാത്രമാണ്. ആ, അതേ വരൂ. സൂമിൽ മ്യൂസിക് അതേ വേറെ വരൂ. ഫോണിലാണെങ്കിലേ കിട്ടുള്ളൂ, ആ ഫോണിൽ നിന്ന് കിട്ടില്ല. പാട്ടും കേൾക്കുന്നില്ലല്ലോ. ആ, മ്യൂസിക് ഒന്ന് കട്ട് ചെയ്തിട്ട് പാടുക ഡോക്ടറെ. മ്യൂസിക് കട്ട് ചെയ്തിട്ട് പാടൂ. അതാ കേൾക്കാത്തത്. പാട്ട് മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്ത് പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്ത് പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? കാത്തളിപ്പൻ കൂമ്പിലെ തേനുണ്ടോ? കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ? കാത്തളിപ്പൻ കൂമ്പിലെ തേനുണ്ടോ? കാട്ടുപൂക്കൾ നേദിച്ച തേനുണ്ടോ? തരുമോ നിൻ കുഴൽ താമരപ്പൂണ്ടേ? മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? വയണപ്പൂച്ചൂടുന്ന കാടേതോ, വാസന്തിപ്പൂച്ചൂടുന്ന കാവേതോ. വയണപ്പൂച്ചൂടുന്ന കാടേതോ, വാസന്തിപ്പൂച്ചൂടുന്ന കാവേതോ. തരുമോ നിൻ കുഴൽ താമരപ്പൂണ്ടേ? മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പെൺമക്കൾക്കും തേനുണ്ടോ? മഴവിൽക്കൊടി കാവടി അഴകുവിടർത്തിയ മാനത്തെ പൂങ്കാവിൽ തുമ്പിക്കും അവളുടെ പൊന്മക്കൾക്കും തേനുണ്ടോ? അതെ, ഒരു മഴവിൽക്കാവടി തന്നെയായിരുന്നു. വളരെ മനോഹര ഡോക്ടർ പാടി. അപ്പൊ ഇനി തീർച്ചയായിട്ടും IFPH ഇതിന് ഇഷ്ടംപോലെ വിളി വരും. അപ്പൊ പാടണം, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ഡോക്ടറെ അറിയും. വളരെ സന്തോഷം. തുടരുക. അടുത്ത ഡോക്ടർ സുനിൽകുമാർ, അൺമ്യൂട്ട് ചെയ്യാമോ? ഓക്കെ.
കേൾക്കാമോ? കേൾക്കാം. ഞാന് ഓടപ്പൂ എന്നുള്ള പാട്ടാണ് നോക്കി വെച്ചിരുന്നത്. അപ്പൊ അത് ക്യൂബ ഡോക്ടർ പാടി. ആ അപ്പൊ ഞാൻ അതുകൊണ്ട് വേറൊന്നും മാറ്റി പാടാം. അപ്പൊ ഓണപ്പാട്ടല്ല, വേറൊരു പാട്ട് പാടാം. ക്യൂബ കുഴപ്പമില്ല. ഡോക്ടർ. ഓക്കെ. ഓക്കെ. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. അല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. ഇല്ലിമുളം കൂട്ടിൽ നിന്നിറങ്ങി വന്നെന്റെ അല്ലിമുളം കുഴലിൽ നീ തേൻ ചൊരിഞ്ഞു. എന്റെ പളുങ്കുളി ചിറകുള്ള സ്വപ്നജാലങ്ങളെ പറക്കും തളികയിൽ എടുത്തുയർത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. മഞ്ഞലയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ മംഗളം പാലയായി നീ ഇതൾ വീരിച്ചു. മഞ്ഞലയിൽ കുളിപ്പിക്കും മാർഗഴി മാസത്തിൽ മംഗളം പാലയായി നീ ഇതൾ വീരിച്ചു. ഇപ്പോൾ 1000 കാവടി കലശങ്ങളാടുമെന്റെ ചേതനയെ സ്വർഗത്തിൽ പിടിച്ചിരുത്തി. താലിപ്പൂ പീലിപ്പൂ താഴമ്പൂ ചൂടി വരും തളിരിളം കാവളം കിളിയേ. നിന്റെ തങ്കവള ചിത്രവള താരുണ്യ പൊന്നുവള എന്നിലെ കാമുകനെ വിളിച്ചുണർത്തി. ഓഹോ ഓ താങ്ക് യു. എന്തായാലും വളരെ മനോഹരമായി സ്വപ്നത്തിൽ എടുത്തുയർത്തിയെന്ന എല്ലാവരും ഉയർത്തിയെന്ന് തോന്നുന്നു. ശാന്താചന്ദ്രൻ ഡോക്ടറും രമാദേവി ഡോക്ടറും വളരെ ആസ്വദിക്കുന്നതായിട്ട് തോന്നി. അതുപോലെ ഷൈല ഡോക്ടറും ഒരു പക്ഷേ ഇനി കുടിയ ഡോക്ടർ പാട്ട് പാടിയെന്നേരം അത് കേട്ട് കഴിയുമ്പോൾ ഹ്യൂബർട്ട് ഡോക്ടർ ഇവരും കൂടെ പോകാം. ഡോക്ടർ ഹ്യൂബർട്ട് കുടിയാണോ? ആ എവർ റെഡി ഡോക്ടർ ഹ്യൂബർട്ട്? യെസ്. പൂവിളി പൂവിളി പൊന്നോണമ നീ വരൂ പൊന്നോണ ഈ പൂവിളി മോഹം പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരും ഭാഗം വന്ന പൂവിളി പൂവിളി പൊന്നോണ നീ വരൂ പൊന്നോണ കൊണ്ടു മൂടും
പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്ന അത്തം ചിത്തിരത്തോടി ഇന്നേ കൊയ്യാം നാളെ ചെന്ന അത്തം ചിത്തിരത്തോടി പൂവലിൻ പൂമഴ പൂമറ്റത്തു നീ വരൂ പൊന്നോട് ഈ പൂവിളിയിൽ പൊന്നിൻ മുത്തായി പൂവയതിൽ നീ വരും ഭാഗം പൂവിളി പൂവിളി പൊന്നോടം നീ വരൂ പൊന്നോടം ഈ പൂവിളിയിൽ മോഹൻ പൊന്നിൻ മുത്തായി മാറും പൂവയലിൽ നീ വരും ഭാഗം പൂവിളി പൂവിളി പൊന്നോടം മാറിവിൻ മാല മനപ്പുണ്ടോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പുമാലി പമ്പാ തീരത്തിൽ മാറിവിൽ മാല മനപ്പുണ്ടോപ്പിൽ മണ്ണിൻ സ്വപ്നപ്പുമാലി പമ്പാ തീരത്തിൽ തുമ്പപ്പൂക്കൾ നമ്പ്യാർവട്ടം ചെത്തി ചെമ്പരത്തി തുമ്പപ്പൂക്കൾ നമ്പ്യാർവട്ടം ചെത്തി ചെമ്പരത്തി പൂക്കളം പാടിടും പൂമറ്റത്തോടും നീ വരൂ പൂവാട പൂവിളി പൊന്നോടം നീ വരൂ പൊന്നോടം ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം പൂവിളി പൊന്നോടം ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. ശ്രീകുമാരൻ തമ്പി രചനയാണെന്നുണ്ട് ഓർമ്മ, ഭംഗിയായിട്ട് പാടി. അപ്പൊ നമുക്ക് ഇനി ഓണസ്മരണയിലേക്ക് പോകാം. സേട്ട് സാർ ജോയിൻ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാം ഊഴക്കാരനായ ഷാജി കുടിയാട്ടോ ക്ഷണിക്കുന്നു. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യാമോ? നമസ്കാരം. ഓണസ്മരണ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ ഉള്ള സ്മരണകളാണ്. ഓണത്തിന് നമ്മൾ എപ്പോഴും ഓണപ്പൂ പറിക്കുന്നതും ഓണപ്പൂ ഇടാനായിട്ട് ശ്രമിക്കുന്നതൊക്കെയാണ് ആദ്യം ഓർമ്മയിലോട്ട് വരുന്നത്. അത് ചെറുപ്പകാലങ്ങളിൽ പിന്നെ ഓരോ വിദ്യാഭ്യാസവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോ സ്ഥലങ്ങളിലോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ പൂടിയിലൊക്കെ പോയി. പിന്നെ വന്യനാടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഓണം സെലിബ്രേഷനൊക്കെ ഒരു ഓർമ്മയും ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ പച്ചക്കറി കൂട്ടി ഭക്ഷണം കഴിക്കുന്ന ഒരു വേദിയായി മാറി. അത് ഒക്കെയാണ് ആ ഒരു ഓണത്തിൻ്റെ തനതായ കാര്യങ്ങളെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്നെ ഓണത്തെക്കുറിച്ച് ഓർക്കുമ്പോഴെപ്പോഴും ചിന്തിപ്പിച്ചിരുന്ന ഒരു കാര്യം, ലോകത്തിനും മനുഷ്യർക്കും നന്മ ചെയ്ത മഹാബലിയെ ദൈവത്തിൻ്റെ അവതാരമായ വാമനൻ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള കഥയാണ്. ഇതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് എത്രമാത്രം വിശ്വസനീയമാണ്? ഇത് ശരിയാണോ? ഇങ്ങനെ നടക്കാൻ സാധ്യതയുള്ളതാണോ? അല്ലെങ്കിൽ ഇതൊരു ഐതിഹ്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇന്ന് എൻ്റെ മനസ്സിലോട്ട് ഓണസ്മരണയായിട്ട് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ആ ഒരു ചിന്തയാണ് എന്നെ ഇരുത്തി ചിന്തിപ്പിച്ചിട്ടുള്ള, എന്നെ വിശ്വാസയോഗ്യമല്ലാതെ ഒരു കഥയാക്കി മാത്രം അതിനെ കാണാൻ ഇന്നും ആഗ്രഹിക്കുന്ന ഒരു രീതിയിലാണ് ഓണത്തിൻ്റെ കഥ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ അടുത്ത നാളായിട്ട് ഒരു ശ്രേഷ്ഠ വ്യക്തി ഒരു ABC ചാനലിലൂടെ ഒരു പുതിയ ഒരു സ്വാഭാവികമായേക്കാവുന്ന ഒരു കഥ പറയുന്നത് എനിക്ക് കുറച്ചുകൂടെ റീസണബിളായിട്ട് തോന്നി. വരും കാലങ്ങളിലെല്ലാം അതേക്കുറിച്ച് കൂടുതൽ ഡിസ്കഷൻസ് നടക്കുമെന്നും കൂടുതൽ ഇതുമാതിരി ഈ ചില വിന്നേഴ്സ് മേക്ക് ദ ഹിസ്റ്ററി എന്ന് പറഞ്ഞ പോലെ ചില രാജ്യങ്ങൾ കേരളത്തിനകത്ത് തന്നെ ഉണ്ടായിരുന്ന യുദ്ധങ്ങളും അവിടെ പരാജയങ്ങളും വിജയങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അവരുടെ വിജയിച്ചവർ അത്
തിരുത്തി കുറിച്ച ചരിത്രങ്ങളൊക്കെ ഇനി വരും കാലങ്ങളിൽ കൂടുതൽ വെളിയിൽ വരുമെന്നും ഈ ഓണത്തിൻ്റെ ശരിയായ കഥകൾ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം നമുക്കറിയാൻ സാധിക്കുമെന്നുമാണ് വിശ്വാസം. അതിൻ്റെ അകത്ത് ഞാൻ പിറവിയെടുത്ത കോതമംഗലത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ചേര രാജാക്കന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു കോതമംഗലമെന്നും അതിൻ്റെ അടുത്തുള്ള തൃക്കാരിയൂർ എന്ന സ്ഥലത്തിലെ ശിവക്ഷേത്രം ഉൾപ്പെടെയുള്ളവ ഈ ഒരു കഥയുമായിട്ട് അഭേദ്യ ബന്ധമുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ വെളി വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണ രൂപവും കുറച്ചുകൂടെ വ്യക്തമായിട്ട് വരും കാലങ്ങളിൽ നമുക്ക് കേൾക്കാൻ പറ്റും. ഇത് ചരിത്രപരമായി നടക്കുന്ന ഒരു ആഗോള പ്രതിഭാസത്തിൻ്റെയും കൂടെ ഭാഗമാണ്. കലിയുഗത്തിൽ നിന്നും സത്യയുഗത്തിലോട്ടുള്ള ഒരു എൻട്രി പോയിന്റിലാണ് നമ്മൾ. അപ്പോൾ ഒത്തിരി ഇതുവരെ ഉണ്ടായിരുന്ന അധാർമികത കാര്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്ന് സത്യയുഗത്തിലോട്ടുള്ള യാത്രയിൽ സത്യങ്ങളൊക്കെ വെളിവരുന്നുണ്ട്. ആ കൂട്ടത്തിൽ തന്നെ ഓണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളും ഓണമെന്നുമെന്ന മഹാബലി എന്ന് പറയുന്ന ആ മഹാരാജാവിൻ്റെ കേരളത്തിലെ ജനങ്ങളെ ഒന്നടങ്കം സമ്പൽ സമൃദ്ധിയിൽ എല്ലാം നീതിപൂർവമായി ഭരിച്ചിരുന്ന ആ മഹാചക്രവർത്തിയുടെ സത്യങ്ങൾ വെളിവരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എല്ലാ IFPH കുടുംബാംഗങ്ങൾക്കും ഓണത്തിൻ്റെ ഏറ്റവും സ്നേഹനിർഭരമായ സന്തോഷവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, നന്ദി ഡോക്ടർ. ഡോക്ടർ പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ നമുക്ക് ഭാഗ്യലക്ഷ്മി ഡോക്ടർ പ്രതീക്ഷിക്കാം. നമുക്ക് സേഡ് സാറിലേക്ക് ആദ്യം പോവാം. സേഡ് സാറെ അൺമ്യൂട്ട് ചെയ്യാമോ? എന്താ പറയണത് പുള്ളിയിൽ എനിക്ക് ഓണത്തെ കുറിച്ചുള്ള ഓർമ്മകൾ ഒരു ഓണത്തിന്റെ ഓർമ്മകളല്ലേ? അതെ സാർ, ഓണസ്മരണകൾ. മഹാബലിക്ക് വല്ല ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ പറയേണ്ടി വരും. അദ്ദേഹം ഭരിച്ചിട്ട് പോയിട്ട് ഈ രാജ്യം കുട്ടിച്ചോറായ രാജ്യമല്ലോ. അപ്പൊ അങ്ങനെ നാണിച്ചിരിക്കുകയായിരിക്കും. ഇപ്പം ഞാൻ വല്ലതും പറഞ്ഞു പോയാ അങ്ങനെയൊക്കെ ദേഷ്യം വരും. അതുകൊണ്ട് ഞാൻ ഓണക്കാലത്തെ പറ്റി ഒന്നും പറയുന്നില്ല. പറയുകയാണെങ്കിൽ അവിടെ തിന്മയില്ല, കളവില്ല, കഞ്ചാവില്ല, കള്ളില്ല, ഒന്നുമില്ലാത്ത തരവാണ്. എല്ലാം ഉള്ളതായിട്ടാണ് കാണുന്നത് നമ്മളിവിടെ. കാരണം എല്ലാ തരത്തിലുള്ള നല്ല നല്ല സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഒന്നിലും ലഹരിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ലഹരിയില്ലാത്ത മദ്യങ്ങൾ, ലഹരിയില്ലാത്ത പാട്ടുകൾ, ലഹരിയില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അതാണ് മഹാബലി ഭരിച്ചപ്പോൾ ഉണ്ടായിരുന്ന കാര്യം. നമുക്കിന്ന് അത് ഓർമ്മയായിട്ട് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കാര്യങ്ങൾ. അന്നും ഉണ്ടായിരുന്നു കളവും ചതിവും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എല്ലാം പിടിക്കപ്പെട്ടിട്ടുണ്ടാവും. പിടിക്കപ്പെട്ട് അപ്പോഴും ശിക്ഷിച്ചു കൊണ്ടു പോയിട്ടുണ്ടാവും. മഹാബലി എന്ന് പറഞ്ഞ മഹാമനുഷ്യൻ ശിക്ഷ നടപ്പാക്കിയതിൻ്റെ പേരിലാണ് നടന്നത്. അദ്ദേഹം ശിക്ഷ നടപ്പാക്കാത്ത ആളായിരുന്നെങ്കിൽ നടക്കൂല, ഉറപ്പാണ്. എവിടെ അങ്ങനെയാണല്ലോ, ഏത് രാജ്യത്തും ശിക്ഷ നടപടികൾ കർക്കശമാകുമ്പോഴാണ് അവിടെ ശിക്ഷ ഇത് കുറയുന്നത്, തെറ്റുകൾ കുറയുന്നത്. കട്ടവന്റെ കൈ മുറിക്കുമെന്ന് വെച്ചാൽ അവിടെ കൈ മുറിക്കാൻ നിൽക്കില്ല, അവന് കൈ പോകും. പക്ഷേ അതുകൊണ്ട് കള്ളത്തരം കാണിക്കില്ല. അപ്പൊ ആ ഒരു രീതിയിലാണ് മഹാബലിയുടെ കാര്യത്തും ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ ഈ ചതിവും വഞ്ചനയും കള്ളത്തരമൊക്കെ അന്ന് ഉണ്ടായിരുന്നിരിക്കണം. അപ്പൊ അദ്ദേഹം നല്ല ഭരണകർത്താവായിരുന്നു, സംശയമൊന്നുമില്ല. എല്ലാവർക്കും ഉപകാരപ്രദമായ ഭരണകർത്താവ്. പേടിസ്വപ്നങ്ങളായിട്ട് ഉണ്ടായിരുന്നത് അവിടുത്തെ വിദ്വേഷ കാംക്ഷികൾ മാത്രമായിരുന്നു. അവരെയൊക്കെ ഇപ്പോൾ ജയിലടക്കുകയോ കൈ വെട്ടിക്കളയോ തല വെട്ടിക്കളയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഭരിക്കാൻ പറ്റൂല ആർക്കും. ഞാൻ കൂടുതൽ വിശകലനം ചെയ്യുന്നില്ല, ചെയ്താലും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. അല്ലേ? അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നല്ലൊരു കാലഘട്ടമായിരുന്നു. നമുക്കന്ന് ഓർക്കാൻ വേണ്ടിയും ഭരിക്കാനും വേണ്ടിയും തന്ന ഒരു കാലഘട്ടമായിരുന്നു അത് ഓണക്കാലം. മഹാബലിയുടെ ഭരണകാലവും ഏറ്റവും നല്ലോണം ഭരിച്ച ഒരു എന്താ പറയാ, ദൈവശക്തി ഒന്നും ഇല്ലാത്ത അസുര രാജാവ് അല്ലേ? അങ്ങനല്ലേ?
അതെ അസുര രാജാവായിരുന്നു. രാജാവിന് അങ്ങനെ കലി കൊണ്ട് ദേവന്മാർ അദ്ദേഹത്തിന് പൊടി ഇറക്കാൻ വേണ്ടിയാണ് അതെ വാമനെ ഇറക്കിയതും വാമന്റെ തലയിൽ തൊട്ട് തലയിൽ താത്തി കളയുകയാണ് ചെയ്തത്. അപ്പൊ അവിടെ ഒരു വഞ്ചനയാണ് കാണിച്ചത്. ദൈവങ്ങൾ അസുരന്മാരോട് കാണിച്ചത് വഞ്ചനയാണ്. അത് നമ്മളിപ്പോഴും ഉയർത്തി കാണേണ്ട ഒരു കാര്യമാണ്. ഏതായാലും ആ ഭരണകാലം നമുക്ക് മറക്കാൻ പറ്റില്ല. നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് വരയിലും ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ അയവിറക്കിക്കൊണ്ട് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ നന്ദി സാർ. ഒട്ടേറെ തങ്ങളിൽ വിരുദ്ധങ്ങളായവ നാരായണ എന്നാണ് ഹരിനാമകർത്തൃത്വം. അപ്പൊ എപ്പോഴും പ്രകൃതിയിൽ വൈരുദ്ധ്യമുണ്ട്. പ്രകൃതിയിൽ പെയ്യുന്ന മഴ കൊണ്ടൊരു മരം വളരുകയും ആ മഴയിൽ മരം ഒലിച്ചു പോയി നമ്മൾ കണ്ടു. ഒട്ടേറെ വൈരുദ്ധ്യങ്ങൾ പ്രകൃതിയിലുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടാകാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് രമാദേവി ഡോക്ടറേക്ക് പോകാം. ഡോക്ടർ രമാദേവി അവിടെ അൺമ്യൂട്ട് ചെയ്യാമോ? ഹലോ, കേക്കാമോ? കേൾക്കാം. ആ ഇത് ആദ്യം ഷാജി കുടിയായിട്ട് ചോദിച്ചതിന് ഞാൻ ആൻസർ പറയട്ടെ. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാല് പണ്ടും ദൈവങ്ങളുടെ ഇടയിലും അധികാരമോഹവും ഈ എന്താണ് വഞ്ചനയും എല്ലാം ഉണ്ടായിരുന്നു എന്നർത്ഥം. അതുകൊണ്ടാണ് ഇന്ദ്രന് ഈ മഹാബലിയുടെ പ്രശസ്തി കണ്ടിട്ട് ഇന്ദ്രന് സഹിക്കാൻ വയ്യാതെയാണ് മഹാവിഷ്ണുവിനെ അടുത്ത് പോയി പറഞ്ഞ് മഹാവിഷ്ണുവിനെ വാമന രൂപത്തിൽ വിടുന്നതെന്നാണ് നമ്മുടെ ഐതിഹ്യത്തിൽ പറയുന്നത്. അതിന്റെ അർത്ഥം എന്നും ഈ നല്ലതും ചീത്തയും ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. പിന്നെ രണ്ടാമത് ഇനിയൊന്ന്, എന്നെ സംബന്ധിച്ചോളം ഓണത്തിന്റെ ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങൾ 10 മക്കളാണല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ പുതിയ ഉടുപ്പൊന്നും അങ്ങനെ ഇപ്പോഴും ഒന്നും കിട്ടൂല. ഞങ്ങൾക്ക് ഓണത്തിന് ഒരു പുതിയ ഉടുപ്പ് കിട്ടും. പിന്നെ പിറന്നാളിന്റെ അന്നും ആ പിറന്നാൾ വരുന്ന ആൾക്കും ഒരു അപ്പോഴും ഉണ്ട് ഒരു ഉടുപ്പ്. ആ ഒരു ഉടുപ്പ് കിട്ടുമല്ലോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ. പിന്നെ ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ എൻ്റെ പപ്പടത്തിന്റെ ഒരു കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പപ്പടം ത്തിന്റെ കഥ നടന്നത് ഇതുപോലൊരു ഓണത്തിന്റെ ദിവസമായിരുന്നു. അതുകൊണ്ട് അപ്പൊ എനിക്ക് എപ്പോഴും ഓണത്തിനായാലും എപ്പോഴായാലും പപ്പടം കാച്ചുമ്പോ ആ ഓർമ്മയാണ് വരുന്നത്. പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ട്. തീർച്ചയായിട്ടും. കാരണം ഡോക്ടറെ ജീവിതം തുറന്ന പുസ്തകമാണല്ലോ. അപ്പൊ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കേൾക്കാത്തവരും ഉണ്ട്. ഇത് ഷോർട്ടാക്കി പറഞ്ഞാൽ പറയട്ടെ. ഞാന് എന്റെ ചേച്ചിക്കും എനിക്കും തമ്മിൽ ഒരു 5-8 വയസ്സിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇത്തിരി കൊഞ്ചിച്ചാ എന്നെ വളർത്തിയിരുന്നത് എന്റെ ചേച്ചിമാരൊക്കെ. 4 ചേച്ചിമാരും മൂത്ത 4 ചേച്ചിമാരും എന്നെ വളരെ കൊഞ്ചിച്ച് വളർത്തുമായിരുന്നു. അപ്പൊ എനിക്ക് പപ്പടമൊക്കെ കാച്ചുമ്പോ ഞങ്ങൾ കുറെ പേരുണ്ടല്ലോ, 10 പേരുണ്ട്. പിന്നെ ജോലിക്കാരിയുണ്ട്, അച്ഛനും അമ്മ എല്ലാവരും കുറെ പേരുണ്ട്. അപ്പൊ പപ്പടം ഒന്ന് പകുതിയാക്കിയിട്ട് കാച്ചും. അച്ഛന് മാത്രം 2-3 എണ്ണം മുഴുവനും കാച്ചും, ബാക്കിയെല്ലാം പകുതി കാച്ചും. അപ്പൊ രണ്ടാമതൊന്നും കൂടെ ചോദിച്ചാൽ പകുതിയും കൂടി കൊടുക്കണം. ആ വിധത്തിലാണ് അങ്ങനെ കാച്ചണത്. അപ്പൊ അന്ന് എനിക്ക് പക്ഷേ ഈ ബായമ്മയാണെങ്കിലും എൻ്റെ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുന്ന ആ ബായമ്മയാണെങ്കിലും എൻ്റെ ചേച്ചിമാരാണെങ്കിലും എനിക്കൊരു ഒരു മുഴുവൻ പപ്പടം തരും, ഒരു സ്നേഹത്തോടു കൂടി. പക്ഷെ ഈ ഓണത്തിന്റെ അന്ന് ബായമ്മ മറന്നുപോയി. എനിക്ക് അച്ഛനുള്ള പപ്പടം മാത്രം മുഴുവനോടെ കാച്ചി, ബാക്കി അങ്ങ് കീറി കാച്ചി, അറിയാതെ കീറി കാച്ചിപ്പോയി. അപ്പോൾ എനിക്ക് ചോറ് വിളമ്പിയപ്പോൾ പകുതി പപ്പടം വിളമ്പിയ. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എനിക്ക് വലിയ പപ്പടം മുഴുവനോടെ തന്നെ തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നും പണ്ട് കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും അച്ഛൻ വേഗം അച്ഛൻ്റെ അടുത്ത വിലയിൽ വിളമ്പിയ ഒരു പപ്പടം എനിക്ക് തന്നു. എനിക്ക് തന്ന വഴിയെ ഞാൻ അങ്ങനെ അത് കഴിക്കാൻ തുടങ്ങലും എൻ്റെ അമ്മ ഇത്തിരി സ്ട്രിക്റ്റാ. അമ്മ എന്നെ കൊഞ്ചിച്ചിട്ടൊന്നുമില്ല അധികം. അമ്മ പറഞ്ഞു, കുട്ടി ഒരു കാര്യമുണ്ട്, തിന്നോളൂ, പക്ഷെ പപ്പടം പൊട്ടിക്കാൻ പാടില്ല. നിനക്ക് പൊട്ടിയ പപ്പടം വേണ്ടാന്നല്ലേ പറഞ്ഞേ, അതുകൊണ്ട് പപ്പടം പൊട്ടിക്കാതെ തിന്നോളാൻ പറഞ്ഞു. പപ്പടം പൊട്ടിക്കാതെ തിന്നാൻ പറ്റുമോ? അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ വിയർത്ത് കുളിച്ചു പോയി. പിന്നെ അവസാനം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എനിക്ക് പകുതി പപ്പടം മതി എന്ന് പറഞ്ഞു. അതിനുശേഷം എന്നെ എല്ലാവരും പപ്പടം എന്ന് വിളിക്കുമായിരുന്നു. അതാണ് എൻ്റെ ഓണത്തിന്റെ ഓർമ്മ. എപ്പോൾ പപ്പടം കാച്ചുമ്പോഴും ഞാൻ ആലോചിക്കും, ഓണത്തിന്റെ അന്ന് പപ്പടം കാച്ചുമ്പോൾ പ്രത്യേകിച്ച് ഓർക്കും. പിന്നെ എല്ലാവർക്കും ഓണാശംസകള്. പറഞ്ഞില്ലേ മഹാബലിയുടെ കാലം അതുപോലെ ഒരു കാലം നമുക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. എന്നെ ഇതിന് ക്ഷണിച്ച് മനോജിനും ധനേഷിനും എല്ലാവർക്കും എൻ്റെ ഓണാശംസകള്. ഓക്കെ, താങ്ക് യു. നന്ദി. അപ്പൊ ഡോക്ടറെ വീട്ടിലും ദശാവതാരങ്ങളായിരുന്നു എന്ന് മനസ്സിലായി, വളരെ സന്തോഷം. അതിൽ എത്ര അവതാരം ഡോക്ടർ? 5ാമത്തെ. മൂത്ത 4 ചേച്ചിമാരായിരുന്നു. മൂത്ത 4 ചേച്ചിമാരായിരുന്നു.
പിന്നെ ആ 8 കൊല്ലം കുട്ടികൾ ഉണ്ടായില്ല. അപ്പൊ ഉം, അങ്ങനെയാണ് ഞാൻ ഉണ്ടായത്. 8 കൊല്ലത്തിന് ശേഷം ഞാൻ ജനിച്ചത്. അപ്പൊ അതുമല്ല അമ്പാടിയാണല്ലോ, എന്റെ വീട്ടുപേര് അമ്പാടി. അവിടെ അമ്മ ഞാൻ ജനിച്ചപ്പോ എല്ലാരും പ്രതീക്ഷിച്ചു ആൺകുട്ടിയായിരിക്കും എന്ന്. പിന്നെ അന്ന് രോഹിണി നാളുമാണ്. അപ്പൊ തീർച്ചയായിട്ടും അമ്പാടിയിലെ രോഹിണി കൃഷ്ണൻ ജനിക്കും എന്നുള്ള ഒരു ഇതില് അമ്മയ്ക്ക് പ്രസവനമൊക്കെ വന്നപ്പോ എല്ലാരും അത് പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു എന്ന് പറയണേ. പക്ഷെ ജനിച്ചപ്പോ പെൺകുട്ടി ആയിപ്പോയി. എന്തായാലും അമ്മയുടെ ബുദ്ധി ഡോക്ടർ കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഡോക്ടർ നല്ലൊരു ഹോമിയോ ഡോക്ടറായിട്ട് മാറുന്നത്. വളരെ സന്തോഷം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ശാന്ത ഡോക്ടറെ സംസാരിക്കാവോ? ആ ഓക്കെ. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. എൻ്റെ ഒരു കുട്ടിക്കാലത്തെ ഓർമ്മ പറയാനാണെങ്കിൽ ഞാന് കേൾക്കാവോ ഡോക്ടറെ? കേൾക്കാം. ഞാൻ ജനിച്ചത് പാലക്കാടാണ്. അപ്പൊ പാലക്കാട്ടില് ഞങ്ങളിപ്പോ മഹാബലി അസുര രാജാവാണെങ്കിലും ഈശ്വരന്റെ നന്മയുടെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടുവന്നിട്ടുള്ള ഞങ്ങളുടെ ഓണക്കാലം. അപ്പൊ ഈ ഉത്രാടം വരെ പൂരാടം വരെ ഞങ്ങളവിടെ പൂക്കളായിരിക്കും, അത്തപ്പൂക്കളം ഇടുന്ന പോലെ പൂക്കളം ഇടും. ഉത്രാടത്തിന്റെ അന്ന് കളിമണ്ണ് കൊണ്ട് മാവേലിയുടെ രൂപം ഉണ്ടാക്കി അതിന് പ്രത്യേകമായിട്ടൊരു പലക കൊരണ്ടി അരിമാവ് കൊണ്ട് അണിഞ്ഞ് കോലമിട്ട് നടുക്ക് പലക വെച്ച് വാഴയില വെച്ച് അതിന് മുകളിൽ മാവേലി ഉണ്ടാക്കി വെച്ച് അതിൽ കാവി പുരട്ടി പിന്നെ എന്താണ് അരിമാവ് അതിൻ്റെ മുകളിൽ ഒഴിച്ച് പിന്നെ പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് ഒരു പട്ട് വെച്ച് പിന്നെ ഒരു കൊടയൊക്കെ ചൂടിച്ച് അവിടെ ഉത്രാടത്തിന്റെ അന്നാണ് മാവേലി വെക്കുന്നത്. അതൊരു ആഘോഷമായിട്ട് ഞങ്ങളെല്ലാം കുളിച്ച് വന്ന പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളെ കുട്ടികളെല്ലാം ഇതായിട്ടാണ് അത് ആഘോഷമായിട്ടാണ് മാവേലിയെ കൊണ്ടുവന്ന് വയ്ക്കുക. അരിമാവ് കൊണ്ട് അണിഞ്ഞ ആ സ്ഥലത്താണ്, പൂവിട്ടിരുന്ന സ്ഥലത്താണ് വയ്ക്കുക. അത് ഉത്രാടത്തിന്റെ അന്ന് ഉച്ചയ്ക്ക് പഴം ഈശ്വരനായിട്ടാണ് നമ്മളവിടെ നന്മയുടെ പ്രതീകമായിട്ടാണ് മാവേലിയെ വണങ്ങുന്നത്. അപ്പോൾ അവല് മലര് ഈ ഗണപതി ഒരുക്കെല്ലാം വെച്ച് അവിടെ വിളക്ക് കത്തിച്ച് പൂജ ചെയ്യും വീട്ടിലെ കാർന്നവര്. എന്നിട്ട് അത് പ്രസാദമായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തരും. പിന്നെ തിരുവോണത്തിന്റെ അന്ന് രാവിലെ ആണെങ്കിലും വിഭവങ്ങൾ നമ്മളെല്ലാം സദ്യയെല്ലാം ഒരുക്കിയിട്ട് അതെല്ലാം ഈ മാവേലിയുടെ മുമ്പിൽ വെച്ച് ഇലയിലെല്ലാം വിളമ്പി അതും വിളക്കൊക്കെ കത്തിച്ച് പൂജ ചെയ്ത് അതിൻ്റെ ഞങ്ങൾക്ക് പ്രസാദം എല്ലാം തരും. പിന്നെ വൈകുന്നേരങ്ങളിൽ എല്ലാവരും എല്ലാ വീടിൻ്റെ മുമ്പിലും ഈ മാവേലി വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള പലകയൊക്കെ അത് പ്രത്യേകമായിട്ട് എല്ലാ വീട്ടിലും ഉണ്ട്. പിന്നെ അതെല്ലാവരും ഓണക്കളി കളിക്കും. ഇപ്പോഴത്തെ ന്യൂജൻ ഓണക്കളി തിരുവാതിരയൊന്നും അല്ല, കൈകൊട്ടി കുട്ടികളും വലിയവരും എല്ലാം പാട്ടുപാടി ചുറ്റിനും എല്ലാ വീടിൻ്റെ ഞങ്ങളൊരു ഒത്തിരി വീടുകളുണ്ട്. ഒരു അറ്റം മുഴുക്ക ഞങ്ങളെ അച്ഛൻ്റെ ഫാമിലി താമസിച്ചിരുന്ന 3 വശവും കൃഷിയാണ്, കണ്ടങ്ങളും ഒരു വശത്ത് റോഡും ബാക്കി എല്ലാ വീടുകളും എല്ലാം. പാലക്കാട് നൂറണി എന്ന് പറയും, കോട്ട്സാറ്റിന്റെ അടുത്തായിട്ട്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് കളിച്ച് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ മാവേലിയുടെ കളിക്കും. പിന്നെ അങ്ങനെ കളിക്കും. അപ്പൊ എൻ്റെ അച്ഛൻ അന്ന് എറണാകുളത്തായിരുന്നു. അപ്പൊ അച്ഛനെ നോക്കിയിരിക്കുന്നത് അച്ഛൻ എനിക്ക് പട്ടുപാവാടയും അവിടെ മസ്റ്റായിട്ട് പട്ടുപാവാടയാണ് കൊണ്ടുവരുന്നത്. പട്ടുപാവാടയും ബ്ലൗസും കല്ലുലോലാക്കും. അതാണ് എൻ്റെ ലാസ്റ്റ് ഓർമ്മ. അത് അച്ഛനെ ഓണത്തിന് കൊണ്ടുവന്ന. പിന്നെ വൈകുന്നേരം വരെയും ഈ കൈകൊട്ടി കളിക്കും. ഏത് വീടിന്റെ മുമ്പിലാണോ കളിക്കുന്നത് അവിടുന്ന് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഈ അറ്റത്തു നിന്ന് അങ്ങേ അറ്റം വരെ ഉള്ള വീടുകളിലെല്ലാം കളിക്കും. വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങളുടെ ആ സ്ഥലത്ത് ഒരു വളരെ സ്ക്വയറായിട്ടൊരു കുറച്ച് പറമ്പ് പോലെയുണ്ട്. അവിടെ എല്ലാം ചാണകം മെഴുകി പിന്നെ പുല്ലുവായൊക്കെ എല്ലാം ഇട്ട് അച്ഛൻ ഹാർമോണിയം എടുക്കും. മറ്റുള്ളവർ ബാക്കി മൃദംഗവും അതെല്ലാം വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും രാത്രി വരെ ഇരുന്ന് ഓണപ്പാട്ടുകളല്ല എല്ലാ പാട്ടുകളും ഒക്കെ അങ്ങ് പാടും. അതാണ് എൻ്റെ ഓണക്കാലത്തെ ഓർമ്മ. പിന്നെ എറണാകുളത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരു ഓണക്കാലം ഉണ്ടായിട്ടില്ല. പിന്നെ ഓണത്തിനൊന്നും നാട്ടിലേക്ക് പോകലോ വരലോ ഒന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് ചോദിച്ചു, ഇപ്രാവശ്യം നിങ്ങൾ മാവേലിയൊക്കെ വെക്കണം. അതൊക്കെ ഞങ്ങൾക്കൊരു അദൈവികമായിട്ടുള്ളൊരു ചടങ്ങായിട്ടാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അത് ഏട്ടൻ പറഞ്ഞു, മാവേലിയും പലകയും കൊരണ്ടിയും ഒക്കെ എല്ലാം ഇരിപ്പുണ്ട്, ഇന്നിപ്പോൾ ആർക്കും നേരമില്ല, ഓണസദ്യ ഒരുക്കാനും നേരമില്ല. എല്ലാം ഓർഡറും ന്യൂജൻ ഓണമാണ് ഇപ്പോഴത്തെ ഓണം.
അപ്പൊ എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മ എന്നും എനിക്ക് ഓർമ്മിക്കാനുള്ള അതൊരു സുഖമുള്ള ഒരു ഓർമ്മയാണ് എപ്പോഴും. എൻ്റെ അച്ഛൻ പട്ടുപാവാട കൊണ്ടുവരുന്നതും ലോലാക്കാണെങ്കിലും എനിക്ക് ലാസ്റ്റ് കൊണ്ടുവന്ന കല്ല് ലോലാക്ക് പാലക്കാടുള്ള ലാസ്റ്റ് ഓണം. അപ്പൊ അതൊരു സ്നേഹത്തോടെയും സന്തോഷത്തോടെയും എന്നും അച്ഛനും അമ്മയും ഓർക്കുന്ന ഒരു ദിവസമാണത്. അപ്പോൾ നമ്മുടെ സ്നേഹവും സൗഹാർദ്ദവും പങ്കുവെച്ച് എല്ലാവരും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിറയട്ടെ. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഓണം ആശംസിച്ചോളും. ഇതാണ് എൻ്റെ കുട്ടി. ഓക്കെ, താങ്ക് യു. ഇതിൽ എന്നെ മനോജ് ഡോക്ടർ എല്ലാവർക്കും എൻ്റെ നന്ദി. ഓക്കെ ഡോക്ടറെ. അടുത്ത ഭാഗ്യലക്ഷ്മി ഡോക്ടർ. ഭാഗ്യലക്ഷ്മി ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്യണേ. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ആദ്യം പറയട്ടെ. ഇനി എൻ്റെ ഓണത്തിന്റെ ഓർമ്മകൾ ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ ഇപ്പോഴും ഓരോന്നോരോന്ന് ആലോചിക്കുമ്പോഴും വരുന്നുണ്ട്. എനിക്ക് ഓണം എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് എൻ്റെ മനസ്സിൽ തെളിയുന്നത് ഓണനിലാവാണ്. ആ ഓണം ചിങ്ങമാസത്തിലെ ആ നിലാവെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ്. എനിക്കത് എപ്പോഴും എനിക്കെന്തോ മറക്കാനേ പറ്റുന്നില്ല. അതേപോലെ തന്നെ ഈ ശാന്ത ചേച്ചി പറഞ്ഞ പോലെ എൻ്റെ വീടിന്റെ ചുറ്റിനും വയലുകളാണ്. ഈ ചിങ്ങക്കൊയ്ത്തിന് നിറഞ്ഞു നിൽക്കുന്ന ആ കതിര്, അതിലേക്ക് അടിക്കുന്ന ആ നിലാവും അതെന്റെ മനസ്സിൽ ഇപ്പോഴും മായാത്ത ഓർമ്മകളായിട്ട് നിൽക്കുന്നുണ്ട്. ഈ ചിങ്ങം വരുമ്പോഴത്തേക്ക് നമ്മുടെ കർക്കിടകത്തിന്റെ സമയത്ത് ആ കൊയ്ത്ത്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ജോലിയുള്ളവരായിരുന്നെങ്കിലും ഒരു കർഷക കുടുംബമായിരുന്നു ഞങ്ങളുടേത്. നെൽകൃഷിയായിരുന്നു ഏറ്റവും ഇതായിട്ടുള്ളത്. എൻ്റെ വീടിന് ചുറ്റും ഞങ്ങളുടെ കർഷകരായിരുന്നു, കൃഷിക്കാര്. അവരുടെ വീട്ടില് ഞങ്ങളായിരുന്നു ഇത്തിരി ഒരു ജന്മി കുടുംബം എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു രീതിയിലുള്ള കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പം ഈ ഓണം വരുമ്പോഴത്തേക്ക് ഈ ആൾക്കാരെല്ലാം ഈ നെല്ല് കൃഷി കൊയ്ത്തിന്റെ സമയമാണല്ലോ, ചിങ്ങക്കൊയ്ത്ത്. അപ്പൊ ആ പിന്നെ കർക്കിടകം അങ്ങോട്ട് തീർന്നു വരുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ ഇപ്പോഴാണ് കർക്കിടകം തീർന്നപ്പോഴേ ഓണമായില്ലേ. മറ്റേത് അങ്ങനെ വരുമ്പോ എൻ്റെ അമ്മയ്ക്കൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായി. അമ്മ ടീച്ചറാണ്. സ്കൂള് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ഈ കാര്യങ്ങളെല്ലാം എടുക്കാനും ഒക്കെ. അപ്പൊ ഈ ചിങ്ങം അത്തം തുടങ്ങുമ്പോ തന്നെ ഞങ്ങൾക്ക് പൂവിടിയിലും കാര്യങ്ങൾ അതെല്ലാം പിള്ളേരുകൾ ഞങ്ങൾ തന്നെ തൊടിയിലുള്ളതെല്ലാം തുമ്പയും പൂപട്ടുപാടി പോലെ തെറ്റി ചെമ്പരത്തി എല്ലാം പറിച്ച് പൂക്കൾ ഉണ്ടാക്കുക. അതിൽ തന്നെ കൃഷ്ണകിരീടം എന്ന് പറയുന്ന ഒരു 6 മാസ ചെടി എന്ന് പറയും, കൃഷ്ണകിരീടം. ആ ചെടി എപ്പോഴും നമ്മൾ ഓർമ്മയിലുള്ളതാണ്. അത് പറിച്ചാണ് ആദ്യം വെച്ച് വരുമ്പോ ഒരു കിരീടം പോലെ തന്നെ എന്റെ നടുക്കിരിക്കും. അപ്പൊ ആ കൃഷ്ണകിരീടവും മറക്കാനൊക്കാത്തൊരു ഒരു ചെടിയാണ്. പിന്നെ തെറ്റി തുമ്പ ഇതെല്ലാം പറിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പൂവിടാണ് ജോലി. പക്ഷെ അമ്മയ്ക്കും ഒക്കെ ആണെങ്കിൽ ഒരുപാട് ജോലികൾ. ഈ നെല്ലിന്റെ കൃഷിയെല്ലാം കഴിഞ്ഞ് നെൽകൃഷിയുടെ നെല്ല് കറ്റ മെയ്ത് അത് മുറ്റത്തൊക്കെ കൊണ്ടുവന്ന് അങ്ങ് നിറയും. ഞങ്ങൾക്ക് 2 ഇതുണ്ട്, നെല്ലും ഉണ്ട്, ഇതുമുണ്ട്. അപ്പൊ ഇത് രണ്ടും കൊണ്ട് കഴിയുമ്പോൾ മുറ്റമെല്ലാം കറ്റ കണ്ടങ്ങ് നിറയ്ക്കും. പിന്നെ കറ്റയടിപ്പ് അതിന്റെ കാര്യങ്ങൾ ഞങ്ങളെല്ലാം പിള്ളേർ ഈ നെല്ല് വാരി ഇടുന്നതിന്റെ പുറകിലും ഒക്കെ. പിന്നെ നെല്ല് ഉണക്കാൻ വലിയ ചിക്കുവായിലിട്ട് നെല്ലുണക്കി അപ്പോഴായിരിക്കും ഒരു മഴ ഓടി വരുന്നത്. അപ്പോഴത്തേക്ക് ആളെല്ലാം കൂടെ പോയി ഇതെല്ലാം കൂടെ വാരി എടുത്ത് കൊട്ടയും അല്ല ഈ കായും മടക്കി എല്ലാം കൊണ്ടുവന്ന് വെച്ച് കഴിയുമ്പോൾ വെയിൽ തെളിയും. ഇതൊരു സ്ഥിരം പരിപാടിയാണ്. നമ്മൾക്ക് ഒത്തിരി അങ്ങനെ ഒരുപാട് പാടുപെട്ടാണ് ഇത്. പിന്നെ അതിന്റെ ശേഷം ഇതേപോലെ ഈ നമ്മളെ നെല്ല് കൂടുതലുള്ളിടത്ത് വന്ന് ഗവൺമെന്റിൽ നിന്ന് വന്ന് ലെവി അളക്കും. അത് ഞങ്ങൾക്കൊരു ആഘോഷമാണ്. നമ്മുടെ വീട്ടിൽ വളർന്നുകൊണ്ട് പോകുന്നു. ഇപ്പൊ അതിന്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കണം. അങ്ങനെ അതൊക്കെ ഒരു ഇതാണ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ എനിക്ക് യുവാടത്തിന്റെ ഇതുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിലും എന്റെ ഓർമ്മയിൽ തങ്ങിയിരിക്കുന്ന ആദ്യ വരക്കാനായിട്ട് എല്ലാം തൂത്തുകൂടിയാക്കി എല്ലാം ഭയങ്കര വൃത്തിയിടുക എന്നുള്ള ഒരു ഇതാണ്. വന്നിട്ട് കേറുന്ന ഏകദേശം ഒരു ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പൊ ആ റോഡിൽ നിന്ന് കേറുന്ന സ്ഥലം തൊട്ട് അറ്റം വരെ നമ്മുടെ പാദം പതിയാതെ പുറകോട്ട് തൂത്ത് അപ്പൊ തൂത്തിടുന്ന സ്ഥലത്ത് പിന്നെ അങ്ങനെ അധികം ആരും വരില്ല. സന്ധ്യക്ക് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് ഉത്രാട വിളക്കിന്റെ തൊട്ട് മുമ്പെയാണ് ഇത് ഇത്രയും ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര ജോലിയായിരുന്നു അന്നത്തെ കാലത്ത്. അമ്മയും പിന്നെ ജോലിക്കാരുണ്ട്,
എങ്കിലും അവരതൊക്കെ ചെയ്ത് അങ്ങനെ ഇതാകും. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഓണത്തിന്റെ സമയത്ത് ഈ തിരുവാതിര, അത് ഞങ്ങള് ആയിട്ട് പോകത്തില്ല. ഈ കൃഷിക്കാരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരില് ഉള്ള ആ കലാകാരന്മാരെയൊക്കെ ഇപ്പോഴും ഞാൻ ആലോചിക്കുന്നത്. ഇത് സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ദൂരെ നിന്ന് ഈ പാട്ട് കേൾക്കാം. നല്ലപോലെ ഈ അവര് തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഒക്കെ ആയിട്ട് ഓണം കഴിയുമ്പോൾ ഓരോ ദിവസവും നമ്മുടെ വീടുകളിൽ വരും. നമ്മൾ അവർക്ക് ഇതുപോലെ ഫുഡും പൈസയും ഒക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഓണം സദ്യ, അത് ഇതെല്ലാം അമ്മയുടെ കയ്യിൽ കൂടാണ് ഇതെല്ലാം പോകുന്നത്. അപ്പം അമ്മയ്ക്ക് വീട്ടിലൊരു നിർബന്ധമായിരുന്നു. ഇപ്പോഴല്ലേ ഈ റെഡി അടയൊക്കെ വന്നത്. മറ്റേ അടപ്രഥമന് അട ഉണ്ടാക്കി തന്നെ ചെയ്യുന്ന ഒരിതാണ്. അതും ഒക്കെ നമുക്ക് വളരെയധികം എന്ന് വേണ്ട, അത് വളരെയധികം പിന്നെ അതിന്റെ സ്വാദൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. ഇതൊക്കെയാണ് ഓണം. പിന്നെ ഓണത്തിന് എല്ലാവരും പിന്നെ ഞങ്ങളുടെ ഈ കൃഷിക്കാരെല്ലാം കാഴ്ചക്കൊലയൊക്കെ ആയിട്ട് വരുമായിരുന്നു. അവരെല്ലാം ഓരോ സാധനങ്ങൾ കൊണ്ടുവരും, അതിൻ്റെയൊക്കെ രുചി. പിന്നെ നമ്മളും ഈ അമ്മയാണെങ്കിൽ ഓരോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വലിയ ടിന്നിലാക്കി വെച്ച് അതൊക്കെ എല്ലാവർക്കും കൊടുക്കും. ഈ കൃഷിക്കാർക്കെല്ലാം കൊടുക്കും. പിന്നെ ഓണത്തിന്റെ അന്ന് നമ്മൾ മാത്രമേ കാണൂ. ഓണത്തിന്റെ അടുത്ത ദിവസം ഈ കർഷകർക്കെല്ലാം വീട്ടിലായിരിക്കും ഊണ്. അതൊക്കെ ഭയങ്കര കാര്യങ്ങളായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴൊന്നുമില്ല. ഈ ഓണത്തിന്റെ നിലാവിനെ ഒന്ന് ആസ്വദിക്കാൻ ഞാൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ നമുക്കത് കിട്ടത്തില്ല. എന്താന്ന് വെച്ചാൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ വെളിച്ചം വാങ്ങി പോകുന്നു. പിന്നെ ഇത്രയൊക്കെയാണ് എൻ്റെ ഓർമ്മ. പിന്നെ സമയം ഉണ്ടെങ്കിൽ മുമ്പേ ഡോക്ടർ മനോജ് പറഞ്ഞു, ഈ ഷാജിക്കുടിയ ഡോക്ടറിന്റെ സംശയത്തിന് ഉത്തരം പറഞ്ഞു തരാം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അത് വിശദമാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നുകൂടെ ഞാൻ പറയുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഈ പറയുന്ന മഹാബലിയും കേരളവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അതാ ശരിക്കും ഈ മഹാബലിയുടെ ചരിതം ഭാഗവതത്തിലൊക്കെ വളരെ ഇതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. മഹാബലി ഉത്തരേന്ത്യയിലുള്ള അവിടെ നമ്മുടെ ഭാരതത്തിൽ ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു. അതിന് ഈ പറഞ്ഞ പോലെ പിന്നെ ദേവന്മാർക്ക് അസൂയ മൂത്തതൊന്നുമല്ല. മഹാബലി നല്ല ഒരു ചക്രവർത്തിയായിരുന്നു. അദ്ദേഹം ദേവലോകം പിടിച്ചടക്കി ദേവന്മാരെ എല്ലാം ഓടിച്ചു വിട്ട്, അത് കഴിഞ്ഞപ്പോ പിന്നെ ദേവലോകം തിരിച്ചു പിടിക്കാനും ഇന്ദ്രന്റെ പദവിയിലൊക്കെ വെക്കാൻ വേണ്ടി ദേവന്മാരുടെ അമ്മയായ അതിഥി ഭഗവാനോട് പ്രാർത്ഥിച്ചു. അപ്പൊ ഭഗവാൻ പറഞ്ഞു, നിങ്ങളൊരു വ്രതം എടുക്കണം. ആ വ്രതമൊക്കെ ചെയ്ത് കഴിയുമ്പോ ഭഗവാനോട് പ്രാർത്ഥിച്ചപ്പം ഭഗവാൻ പറഞ്ഞത്, ഞാൻ പിന്നെ അവരുടെ ഭർത്താവിനോട് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, നീ ഒരു വ്രതം എടുക്ക്. ആ വ്രതത്തിന്റെ സമയം കഴിഞ്ഞു കഴിയുമ്പോൾ നിനക്ക് ഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഭഗവാനെ പ്രീതിപ്പെടുത്താനായിട്ട് വ്രതം എടുക്കാൻ പറഞ്ഞു. ആ വ്രതം എടുത്തു. ആ വ്രതം എടുത്തതിന് പിന്നെ ശേഷം ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കാര്യം അത്, ഭഗവാൻ എൻ്റെ പുത്രനായിട്ട് വന്നിട്ട് എൻ്റെ ഇന്ദ്രന് ആ പദവി തിരിച്ചു കൊടുക്കണം എന്ന് പറയുന്ന അനുസരിച്ച് ശരി ഞാൻ അങ്ങനെ വരാം എന്നുള്ള രീതിയിൽ പിന്നെ ആണ് ഈ അങ്ങനെയാണ് വാമന അവതാരം ഉണ്ടായത്. വാമനനായിട്ട് അവതരിച്ചത് അങ്ങനെയാണ്. അപ്പൊ ആ വാമന അവതാരത്തിന്റെ ദിവസമാണ് നമ്മുടെ ഈ ചിങ്ങമാസത്തിലെ തിരുവോണം. അതാണ് ഈ പറഞ്ഞ പോലെ മഹാബലി കേരളമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് വരുന്നതെന്നോ ഇങ്ങനെയൊന്നും പറയുന്നത് അതെങ്ങനെയോ നമ്മുടെ ഇതിലങ്ങ് വന്നു പോയതാ. യഥാർത്ഥം അതല്ല. അങ്ങനെ വന്നു, വാമനനായിട്ട് വന്നു. മഹാബലി എന്ന് പറയുന്നത് ഭഗവാനെ മഹാവിഷ്ണുവിന്റെ ഏറ്റവും വലിയ ഭക്തനായിരുന്നു. മഹാബലിക്ക് അറിയാം പിന്നെ ഈ വന്നിരിക്കുന്നത് വാമനനാണെന്ന്. എൻ്റെ കാര്യം അറിയാം, എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതെല്ലാം കൊടുത്തതും എടുത്തതും ഒക്കെ. വന്നു കയറിക്കൊണ്ട് മഹാബലി ആദ്യമായിട്ട് വന്നപ്പം എനിക്ക് എന്ത് വേണമെന്നൊക്കെ വലിയ യാഗം ചെയ്തത് ഈ ദേവന്മാരെ എല്ലാം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. ഈ വലിയൊരു യാഗം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലത്താണ് വാമനൻ തിരിച്ചെത്തിയത്. അപ്പൊ അവിടെ വന്നുകൊണ്ട് മഹാബലി പറഞ്ഞത്, മഹാബലിയോട് എന്താ വാമനൻ ഒരു വടുവായിട്ട് വന്നിരിക്കുന്നല്ലോ, എന്താണ് അതിന്റെ കാര്യം എന്നൊക്കെ ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, എനിക്ക് തപസ് ചെയ്യാൻ 3 അടി മണ്ണ് തരാം. അതെല്ലാം 3 ദേശം വേണമെങ്കിലും തരാമല്ലോ എന്നൊക്കെ പറഞ്ഞു.
പക്ഷെ അത് ഒന്നും വേണ്ട, എനിക്ക് 3 അടി മണ്ണ് മതി എന്ന് പറഞ്ഞപ്പോഴാണ് ഈ മാമന്റെ രൂപം മാറിയിട്ട് ഫസ്റ്റ് അടിക്ക് ഭൂമി എല്ലാം അളന്നു, രണ്ടാമത്തെ അടിക്ക് പിന്നെ ദേവലോകം അളന്നു, ഇനി അങ്ങോട്ട് അളക്കണം എന്ന് ചോദിച്ചപ്പോഴാണ് മഹാബലി സ്വയം അദ്ദേഹത്തിന്റെ മുന്നിൽ അടിയറ വെച്ചതും ഇതാക്കി അദ്ദേഹത്തിനെ മഹാബലി അനുഗ്രഹിക്കുകയാണ് ചെയ്തത്, ചവിട്ടിത്താത്തതല്ല. ഈ ജീവിതത്തിൽ ഈ പറഞ്ഞാൽ, ഈ ചരിത്രം പറഞ്ഞാൽ ഭഗവാന്റെ പാദം ശിരസിൽ അണിയാൻ ഭാഗ്യം കിട്ടിയ ഏക വ്യക്തിയാണ് മഹാബലി. മഹാബലിയെ ചവിട്ടിത്താത്തിയിട്ടില്ല. മഹാബലിയെ ഒരു സുതലം എന്ന് പറയുന്ന ഒരു സ്വർഗം തീർത്ത് അവിടെ നിൽക്കുകയാണ്. ഭഗവാൻ കാവലാളായിട്ട് അവിടെ ഉണ്ട് ഇപ്പോഴും. ഇതുപോലെ ഭാഗവതത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് ഈ നമ്മുടെ കേരളവും ഇതുമായിട്ട് വന്ന ഇങ്ങനെ ഒരു ബന്ധം വന്നതെന്ന് ആർക്കും അറിയില്ല. അപ്പൊ എല്ലാവരും പറയും എന്തിന് ദേവന്മാര് ചതിച്ചു എന്ന്. അവരുടെ ദേവലോകം എടുത്തോണ്ട് പോയപ്പോ അവര് അത് തിരിച്ചു പിടിക്കാൻ ഒരു വേല ചെയ്തു എന്നുള്ളതിൽ കവിഞ്ഞ് അവിടെ ഭഗവാൻ ആരെയും ഇതാക്കിയിട്ടില്ല. അതാണ് അതിന്റെ കറക്റ്റായിട്ട് യഥാർത്ഥമായിട്ടുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ ഇപ്പൊ പറയുന്ന കാര്യങ്ങളൊന്നും അതിനകത്ത് വരുന്നതല്ല. അത് ഞാൻ കഴിഞ്ഞ വർഷവും ഇതുപോലെ ഒരവസരത്തിൽ മറ്റേ ഡോക്ടർ വേണുഗോപാൽ പറഞ്ഞപ്പോ ഞാനത് പറഞ്ഞിരുന്നു. അപ്പം പിന്നെ അത് ഈ പ്രാവശ്യവും അത് ഇതാക്കി വന്നു. ഗുരു നിങ്ങൾക്ക് എങ്ങനെ വേണം അതിനെടുത്തോളം കുഴപ്പമൊന്നുമില്ല, സ്വാതന്ത്ര്യം. ആരുടെ നേരോട്ട് പറയാം. ഓക്കെ, ശരി. നമുക്ക് ഷാലു രാജനിലേക്ക് പോകാം. ഷാലു രാജൻ അൺമ്യൂട്ട് ചെയ്യാമോ? ഡോക്ടറെ, കേൾക്കാം. ഓക്കെ. എല്ലാവർക്കും ഓണ ആശംസകൾ. ഓണം എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിലും വരുന്നത് എന്റെ കുട്ടിക്കാലം തന്നെയാണ്. അതായത് വിരസമായിട്ടുള്ള ഒരു സ്കൂൾ ജീവിതത്തിനിടയിൽ എനിക്ക് വീണ് കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിന്റെ ദിനങ്ങളായിരുന്നു ഈ ഓണത്തിന്റെ ഈ 10 ദിവസം എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. രാവിലെ 4:30 തന്നെ എഴുന്നേൽക്കുക, പഠിക്കുക, ട്യൂഷന് പോവുക, സ്കൂളിൽ പോവുക, വീണ്ടും വന്നു കഴിഞ്ഞാൽ ഇരുന്ന് പഠിക്കുക. അപ്പൊ ഈ ഓണം അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ ഒരു സ്ട്രിക്റ്റും ഇല്ല. ഈ 10 ദിവസം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മൾ ചോദിക്കുന്നതെല്ലാം വീട്ടിൽ വാങ്ങിത്തരികയും ചെയ്യും. അപ്പൊ ഓണപരീക്ഷ തീരുന്ന ആ ദിവസമാണ് ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു ദിവസം എന്ന് പറയുന്നത്. അതായത് വീട്ടിലൊരു നിബന്ധന വെച്ചിട്ടുണ്ട്, ഓണപരീക്ഷ എന്ന് തീരുന്നോ അന്ന് വീട്ടിൽ ഊഞ്ഞാലിട്ടിരിക്കും. അപ്പൊ സ്കൂളിൽ നിന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാനും എന്റെ സഹോദരങ്ങളും നമ്മുടെ കൂട്ടുകാരും ഒക്കെ വരുന്നത്. ഇന്ന് വീട്ടില് ഊഞ്ഞാലിട്ട് കാണുമല്ലോ. അപ്പൊ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഊഞ്ഞാലൊക്കെ സെറ്റ് ആയിട്ടുണ്ടാകും. പിന്നെ മത്സരമാണ്, ആരൊക്കെയാണ് ആദ്യം ഊഞ്ഞാൽ ആടേണ്ടത്. അങ്ങനെയുള്ള ഒരു മത്സരമായിരിക്കും. അങ്ങനെ രാത്രി വരെയും ഊഞ്ഞാലിൽ തന്നെയായിരിക്കും. പിന്നെ പിറ്റേന്ന് മുതൽ അത്തപ്പൂക്കളം ഇടുന്നതിന്റെ ഒരു മത്സരമായിരിക്കും. അത്തപ്പൂക്കളത്തിനായിട്ട് നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ചെന്ന് കിട്ടുന്ന പൂക്കളൊക്കെ ശേഖരിക്കും. അന്ന് ഇതുപോലെയുള്ള ഇന്നത്തെ കൂട്ടുദ്യാനങ്ങളോ ഗാർഡനോ ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മുടെ ശേഖരത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് കൊത്താവാടി പൂക്കൾ തന്നെയായിരിക്കും. പിന്നെ അല്പം സൂര്യാന്തി പൂക്കൾ. പിന്നെ ഇതിന്റെ സെന്ററിൽ ഇതിന്റെ ഒരു ഗമ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഈ ചെമ്പരത്തി പൂ ഒരു 4-5 വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റാവും. പിന്നെ അന്നേരം തികയാതെ വരുന്ന ഭാഗത്തൊക്കെ പച്ച ഇലകളും പഴുത്ത ഇലകളും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പൂക്കളമൊക്കെ സെറ്റ് ചെയ്യും. ഇതെല്ലാം ഓണത്തിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെ ഉണ്ടാകുന്ന ഒരു കലാപരിപാടിയാണ്. അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയിരുന്നത് ഈ ഓണപ്പുടവ എന്ന് പറയുന്നത്. ഇപ്പൊ വീട്ടിലാണെങ്കിൽ നേരത്തെ തന്നെ ഈ ഓണക്കോടികൾ മീൻസ് ഈ തുണികളായിട്ടായിരിക്കും ഗൾഫിൽ നിന്ന് വരുന്ന എന്റെ അങ്കിളുമാരൊക്കെ കൊണ്ടുകൊടുക്കുക. അതൊക്കെ ഇങ്ങനെ അലമാരയിൽ ഉണ്ടാവും. ഓണത്തിന്റെ ആ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഈ തുണികളൊക്കെ കൊണ്ടുപോയി പേരൻസ്, എന്റെ പപ്പ കൊണ്ടുപോയി തയ്പ്പിച്ച് എന്തായാലും ഓണത്തിന്റെ അന്ന് സംഭവം തുണിക്കടയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മുടെ കയ്യിൽ തന്നിരിക്കും. അപ്പൊ അതൊക്കെ ഇട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരു കാര്യമാണ്. അതിന്റെ കൂടെ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ, പലഹാരങ്ങളൊക്കെ വാങ്ങിത്തരിക. പിന്നെ അന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ തോക്കും പട്ടാസും ഒക്കെ. അതൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് കൂട്ടുകാരുമായിട്ട് ചേർന്ന് പൊട്ടിച്ച് നടക്കുക. പിന്നെ എന്റെ പപ്പയുടെ തറവാട് വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്. അവിടെ ചെന്ന് നമ്മളെല്ലാവരും കസിൻ സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ എല്ലാവരും അവിടെ കൂടി പെൺകുട്ടികളാണെങ്കിൽ അവരവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെടും, ആൺകുട്ടികൾ അവരവരുടേതായിട്ടുള്ള കളികളിൽ ഏർപ്പെടും. അപ്പൊ ആ തറവാട്ട് വീട്ടിൽ അടുക്കളയിൽ ഇങ്ങനെ ഈ സദ്യകൾ ഉണ്ടാക്കുന്നതിന്റെ മണമൊക്കെ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടെ 2-3 കൂട്ടം പായസമൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. കാരണം ഇന്ന് എല്ലാവർക്കും എല്ലാ ദിവസവും ഓണമാണ്, അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ ആ പായസമൊക്കെ രുചിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് ഇടയ്ക്ക് ഓടിച്ചെല്ലുക, കറികളൊക്കെ സേവിക്കുക, പിന്നെ ഇറങ്ങി വരിക, കളിക്കുക. അങ്ങനെ തറവാട്ട് വീട്ടിൽ തന്നെയാണ് ഓണമൊക്കെ ഞങ്ങൾ കൂടുതൽ ആഘോഷിച്ചിട്ടുള്ളത്.
പിന്നെ അതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ സിനിമകളൊക്കെ കാണുക എന്ന് പറയുന്നത് അന്ന് റെയർ ആയിട്ടുള്ള കാര്യമാണ്. ദൂരദർശൻകാര് ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് ഒരു സിനിമ വെച്ച് തരും. അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും 6 മണി വരെ കണ്ടുകൊണ്ടിരുന്നു. ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് VCT, VCRന്റെ ഒക്കെ ഒരു കാലമായിരുന്നു. കാസറ്റുകളൊക്കെ വാങ്ങിക്കൊണ്ടുവരിക, തറവാട്ട് വീട്ടിലത് പ്ലേ ചെയ്യുക, കുട്ടികളുടേതായിട്ടുള്ള ഒരു സംഘം മുൻപിലുണ്ടാകും. അതിന്റെ പുറകിൽ നമ്മുടെ പേരൻസ് ഉണ്ടാകും. അതിന്റെ ഏറ്റവും പുറകിൽ നമ്മുടെ തലമുതിർന്ന അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ ഉണ്ടാവും. പിന്നെ മുറ്റത്താണെങ്കിൽ ഇവരുടെ തന്നെ ഒരു കൂട്ടം ഉണ്ടാകും. ഈ ഓണസദ്യ കഴിഞ്ഞിട്ട് മുറുക്കി ചോദിപ്പിക്കാനും പിന്നെ സൊറ പറയാനും വേണ്ടിയിട്ട് ഒരു കൂട്ടം അവിടെ ഉണ്ടാകും. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു എന്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത്. പക്ഷെ ഇന്നത്തെ കാലത്ത് പലരും പറയുന്നൊരു കാര്യമുണ്ട്, ഈ പണ്ടത്തെ കാലമൊക്കെ വളരെ നല്ല കാലമായിരുന്നു, ഇപ്പൊ അത്ര പോരാ എന്നൊക്കെ. ഇപ്പൊ ഞാൻ ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ പറയുന്നത്. കാരണം ഇന്നത്തെ കാലത്താണല്ലോ നമ്മൾ ഏറ്റവും വലിയ സൗകര്യപ്രദമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ചക്രവർത്തിമാർക്കോ രാജാക്കന്മാർക്കോ കിട്ടാത്ത സൗകര്യങ്ങൾ ഇന്ന് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഒരു 10 വർഷം മുൻപ് പോലെ നമ്മൾക്ക് ഒരു നിശ്ചയമില്ലായിരുന്നു ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ഒത്തുകൂടിയിരുന്ന് ഇങ്ങനെ ഓണം ആഘോഷിക്കാൻ കഴിയുമെന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കിന്ന് കഴിയുന്നുണ്ടെങ്കിലും ഞാൻ മനസ്സിലാക്കിയ ഏറ്റവും വലിയൊരു കാര്യം ഒത്തൊരുമ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇമോഷണൽ ബോണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ നമ്മുടെ വീടുകൾക്കിടയിലൊക്കെ എന്താണ് ബൗണ്ടറീസ് ഒക്കെ വന്നു തുടങ്ങി, കോൺക്രീറ്റ് വാളുകളൊക്കെ വന്നു തുടങ്ങി. അതോടുകൂടി ആ അയൽവക്കക്കാർ തമ്മിലുള്ള ആ സ്നേഹത്തില് ആ ഒരു ഇമോഷണൽ ബോണ്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ചക്ക മുറിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും നല്ല ഭാഗം അപ്പുറത്ത് കൊടുക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് അന്നുണ്ടായിരുന്നു. അതിലെ ഒരു നല്ല ഭാഗം നോക്കി ഞാനായിരിക്കും അപ്പുറത്തെ വീട്ടിൽ കൊണ്ടു കൊടുക്കേണ്ടത്. പക്ഷെ ഇന്നൊക്കെ അതൊക്കെ മാറി മറിഞ്ഞിരിക്കുന്നു. അപ്പൊ എന്തായാലും ഓണം എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അത് വേറൊന്നുമല്ല. ഓണം എന്ന് പറയുന്ന ഒരു ദിവസം മാത്രമായിട്ട് ആഘോഷിക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിൽ സ്നേഹവും സന്തോഷവും പങ്കിടുന്ന ഓരോ ദിവസവും ഒരു ഓണം തന്നെയാണ്. നമ്മൾ മൂലം മറ്റൊരാളുടെ വയറും മനസ്സും നിറയ്ക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ, മറ്റൊരാളുടെ മുഖത്തൊരു ചിരി പടർത്താൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതെ, അടിമയായിടാതെ അനുജന്റെ കണ്ണീർ കുടിച്ചിടാതെ, അതാകട്ടെ ഓണം. നമുക്ക് പരിപാടി അവസാനിക്കുന്ന സമയമാകുന്നു. മറിയാമ്മ ഡോക്ടറെ നന്ദി പറയാൻ വിളിക്കുന്നു. നന്ദി മനോജ് ഡോക്ടർ. ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ ഓണാഘോഷ പരിപാടിയിൽ ഓണപ്പാട്ടുകൾ ആലപിച്ച എല്ലാവരുടെയും മനസ്സിന് ആനന്ദം നൽകിയ IFPHന്റെ പ്രിയപ്പെട്ട ഗായകൻ, അതുപോലെ തന്നെ യൂട്യൂബ് അപ്ലോഡർ കൂടിയായ ഹ്യൂബർട്ട് ഡിസിൽവ ഡോക്ടർക്ക് IFPHന്റെയും ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും പേരിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ IFPHന്റെ എല്ലാ പ്രത്യേക പരിപാടികളിലും ഗാനങ്ങൾ ആലപിക്കുകയും നമ്മോടൊപ്പം നിൽക്കുകയും ഇന്നത്തെ ഓണാഘോഷ പരിപാടിയിലും താളിപ്പൂ, പീലിപ്പൂ, താഴമ്പൂ, ചൂടി വരൂ എന്ന ഗാനം ആലപിച്ച് നമുക്ക് സന്തോഷം നൽകിയ സുനിൽകുമാർ ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഓണാഘോഷ പരിപാടിയിൽ നമുക്ക് ഒരു പുതിയ ഗായികയെ കൂടെ കിട്ടിയിട്ടുണ്ട്. ഗാനം ആലോപിച്ച് നമ്മുടെ മനസ്സിന് കുളിർമ നൽകിയ ഡോക്ടർ ശ്രീജയ്ക്ക് IFPHന്റെ പേരിൽ പ്രത്യേകം സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. ഓണസ്മരണയിൽ പങ്കെടുക്കുകയും ഓണാശംസകൾ അറിയിക്കുകയും ചെയ്ത് മഹാബലിയുടെ കാലത്ത് തിന്മയ്ക്കും കളവിനും എതിരായി ശിക്ഷ കാണുമായിരിക്കുമെന്നുള്ള ചിന്ത പങ്കുവയ്ക്കുകയും അസുര രാജാവായ മഹാബലിയോട് ചെയ്ത വഞ്ചനയാണെന്ന് ആശങ്ക പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്ത നമ്മളുടെ പ്രിയപ്പെട്ട ആദരണീയനായ IFPH പ്രസിഡന്റ് ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറിനും, അതുപോലെ തന്നെ ആശങ്കയുമായി എത്തി മഹാബലിയെ ചവിട്ടി താഴ്ത്തിയ കാര്യങ്ങളെ കുറിച്ച് വളരെ വലിയ ആശങ്കയായി എത്തി ചെറുപ്പകാലത്തെ ഓണക്കാര്യങ്ങൾ നമ്മളെ ഓർപ്പിക്കുകയും ചെയ്ത IFPHന്റെ വൈസ് പ്രസിഡന്റ് ഷാജി കുടിയ ഡോക്ടർക്കും, 10 മക്കളായതിൽ ഓണത്തിനും പിറന്നാളിനുമാണ് പുതിയ ഉടുപ്പ് കിട്ടുന്നതെന്നും പപ്പടം പകുതിയായി കാച്ചുമെന്നും ഒരോണത്തിന് പകുതി പപ്പടം കഴിക്കേണ്ട വന്ന അവസ്ഥയെക്കുറിച്ച് സ്മരിച്ച് പപ്പടം എന്ന പേരോടുകൂടി ഉള്ള IFPHന്റെ അമ്മയായ ഡോക്ടർ രമാദേവി അമ്പാടി അമ്മയ്ക്കും, മഹാബലി അസുര രാജാവാണെങ്കിലും നന്മയുടെ പ്രതീകമായ ഒരു രാജാവായി കണ്ടിരുന്നെന്നും പാലക്കാട്ടെ ദൈവികമായ ആചാരങ്ങളെക്കുറിച്ച് വിവരിക്കുകയും ചെയ്ത IFPHന്റെ സ്വന്തം ഡോക്ടർ ശാന്താചന്ദ്രൻ മാഡത്തിനും, ഓണനിലാവിനെ മറക്കാൻ പറ്റിയില്ലെന്നും ഇന്നത് കിട്ടാത്തതിൻ്റെ
മാനസികമായ ബുദ്ധിമുട്ട് നമ്മളോട് പങ്കുവെക്കുകയും മായാത്ത ഓർമ്മകളായി നിൽക്കുന്നതെന്ന് പറയുകയും കർഷക കുടുംബത്തിലാണ് ജനിച്ചതെന്നും അന്നത്തെ പൂക്കളെല്ലാം ഉയർത്തുകൊണ്ടുവരുന്ന കാര്യങ്ങളും ചിങ്ങക്കൊയ്ത്തായതിനാൽ കറ്റയടിക്കുന്നതും നെല്ലുണക്കുന്നതും തൂത്ത് വൃത്തിയാക്കുന്നതും തിരുവാതിരയും കൈകൊട്ടിക്കളിയും ഓണസദ്യയും എല്ലാം ഓർമ്മയിൽ കൊണ്ടുവന്ന നമ്മുടെ IFPHന്റെ സ്വന്തം ഡോക്ടർ ഭാഗ്യലക്ഷ്മി മാഡത്തിനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ദിനങ്ങളായിരുന്നു ഓണത്തിന്റെ 10 ദിവസങ്ങളെന്നും അന്നത്തെ ഊഞ്ഞാലാടുന്ന മത്സരങ്ങളും പൂക്കൾ ശേഖരിക്കുന്നതും ഓണക്കോടി ഇടുന്നതും പലഹാരങ്ങൾ കഴിക്കുന്നതും തോക്കും പൊട്ടാസും പൊട്ടിക്കുന്നതും തോക്കുകൊണ്ട് പൊട്ടാസ് പൊട്ടിക്കുന്നതും സിനിമ കാണുന്നതും എല്ലാം നമ്മൾ ഓർക്കുകയും പുതിയ യുഗത്തിൽ ഒത്തൊരുമ നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒന്ന് ഓർക്കുകയും കൂടി ചെയ്ത മോട്ടിവേഷൻ സ്പീക്കറും എഴുത്തുകാരനും യൂട്യൂബറും IFPHനോടൊപ്പം ആരംഭം മുതൽ കൂടെ നിൽക്കുന്ന ഹോമിയോപ്പതി സ്നേഹിയും കൂടിയായ ശ്രീ ഷാലു രാജനും എല്ലാവർക്കും പേരുപേരായി 1000 നന്ദി അറിയിക്കുകയാണ്. ഓണം പ്രത്യേക പരിപാടിയിൽ ഈശ്വര ഗാനം ആലപിക്കുകയും ഔപചാരികമായി സ്വാഗതം ആശംസിക്കുകയും ചെയ്ത IFPH മോഡറേറ്ററും ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും കൂടിയായ ഷൈല ഡോക്ടർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഓണാഘോഷ പരിപാടി വളരെ നല്ല രീതിയിൽ സംഘടിപ്പിക്കുകയും മോഡറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഹോമിയോപ്പതി വകുപ്പ് റിട്ടയർഡ് ചീഫ് മെഡിക്കൽ ഓഫീസറും IFPHന്റെ പ്രത്യേക പരിപാടികളുടെ കോർഡിനേറ്ററും കൂടിയായ GS മനോജ് ഡോക്ടർക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. 2186 ദിവസങ്ങളായി ഇടതടവില്ലാതെ നടത്തിവരുന്ന പ്രതിദിന സൂം വെബിനാറിന്റെ അണിയറ പ്രവർത്തകരായ എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും പ്രത്യേകിച്ചും ധനേഷ് ഡോക്ടർ, ഹിബ ഡോക്ടർ, അനിൽകുമാർ ഡോക്ടർ എല്ലാവരെയും ഓർക്കുകയും എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. IFPH എന്ന കൂട്ടായ്മയുടെ നേതൃത്വം നൽകുന്ന എല്ലാ ഭാരവാഹികൾക്കും അഡ്വൈസറി കമ്മിറ്റി അംഗങ്ങൾക്കും സന്തോഷപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് വിജയകരമാക്കിയ എല്ലാ ഹോമിയോപ്പതി സ്നേഹികൾക്കും ഡോക്ടർമാർക്കും വിദ്യാർത്ഥികൾക്കും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി ഈശ്വരന് നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നാളെ ഇത്രയും മനോഹരമായിട്ടുള്ള നന്ദി പ്രകാശനം ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഓക്കെ, എന്തായാലും വളരെ ശാസ്ത്രീയമായി നന്ദി പറഞ്ഞ മറിയാമ്മ ഡോക്ടർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി പറയുന്നു. നന്ദി പറഞ്ഞു ഡോക്ടർക്ക് ഒന്നുകൂടെ ഒരു 100 നന്ദി. നമ്മൾ എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും ഓണാശംസകൾ. ഹാപ്പി ഓണം. എന്റെ മോളും കൂടെ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഞങ്ങള് വെളിയിലാ. ഞങ്ങള് ഒരു എന്റെ മരുമോന്റെ പെങ്ങളുടെ വീട്ടിലെ രാത്രിയിലത്തെ ഡിന്നറ് അവിടെ പോയിട്ട് വരിക. അവിടെ ഇരുന്ന് ഞാൻ ഇതിൽ അറ്റൻഡ് ചെയ്തത്. ഇപ്പൊ ഞാൻ കാറില്ല. ഇപ്പൊ തിരിച്ചു പോവാ. ഒരു പപ്പടം കിട്ടിയോ? ഞാനിന്നൊരു പ്രഥമൻ ഉണ്ടാക്കി. വെരി ഗുഡ്. സ്വന്തമായിട്ട്. വേറെ ആരെയും അടുപ്പിക്കത്തില്ല. വെരി ഇതൊക്കെ ഗുഡ്. ആരെയും അടുപ്പിക്കത്തില്ല. എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവർക്കും ഇഷ്ടമാണ്. എന്റെ പാചകം പൊതുവെ ഇഷ്ടമാണ്. പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ് എന്റെ പാചകം. എന്താ എങ്ങനെ? ഹലോ, കേളുശാരുടെ കളി ഭേഷ്. ആര് പറഞ്ഞു? കേളുശാര് പറഞ്ഞു എന്ന് പറഞ്ഞാലേ ആവൂ. ഹലോ, ഗുഡ് നൈറ്റ്. ഹാപ്പി ഓണം. ഓക്കെ. ഹാപ്പി ഓണം. ഗുഡ് നൈറ്റ്.